ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ ശക്തമായ ഒരു ദൈവാലോചനയാണ് ഇത്. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു വേദഭാഗം കൂടിയാണ്. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഇവിടെ ദൈവത്തിന്റെ ആ ഭാഷ നിങ്ങൾ മനസ്സിലാക്കി. നമ്മോടുള്ള ബന്ധത്തുള്ള സ്വർഗത്തിലെ ഭാഷ വചനം എന്താ പറയുന്നത്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നൊക്കെ പറയുന്ന ഭാഷ ഒന്ന് മനസ്സിലാക്കണം. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്ന് കൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അടുത്ത് നമ്മളോടുള്ള ബന്ധത്തിൽ പറയുന്ന, അപ്പൊ നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നും, പിന്നെന്താ പറയുന്നത്? മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. അതുപോലെ തന്നെ എന്തോ പറയുന്നത്? വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ എത്ര വെക്കേണ്ടത് എന്നൊക്കെ പറയുന്ന പദം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, എന്നിട്ട് പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പം സ്വർഗീയമായ പിതാവിന്റെ രാജ്യത്തിന്റെ വളർച്ച നമ്മളിൽ വെളിപ്പെടേണ്ടുന്ന ചില ഘട്ടങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ ചിന്തിച്ചേ മതിയാക്കിയുള്ളൂ. പഴയ നിയമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പുരാതന കാലത്ത് ഉപ്പ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഭക്ഷണമൊക്കെ ജീർണിച്ചു പോകാതിരിക്കേണ്ടതിന്, ഭക്ഷണം സൂക്ഷിക്കേണ്ടതിന് അവർ ഉപ്പ് ഉപയോഗിച്ചിരുന്നു. ജീർണിക്കാതെ പോകാതെ സൂക്ഷിപ്പാൻ തക്കണം ഉപ്പ് ഉപയോഗിച്ചിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ധാർമ്മികമായ ആത്മീയമായ ഒരു ദൈവിക സത്യമുണ്ട്. ആ സത്യം സംരക്ഷിക്കപ്പെടണം. അത് നമ്മളിലേക്കാണ് വിരൽ ചൂണ്ടുന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സത്യത്തെ സംരക്ഷിക്കണമെന്ന്, മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ധാർമ്മികവും ആത്മീയവുമായ സത്യം സംരക്ഷിക്കണം. അത് വലിയ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ഘടകമാണ്. നമ്മളെയൊക്കെ ദൈവം അതിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് രുചിയെ കുറിച്ചാണ്. ഉപ്പ് രുചി വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ദൈവിക ജീവിതത്തിന്റെ സൗന്ദര്യത്തെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് പ്രതീകപ്പെടുത്തുന്നത്. അപ്പം മങ്ങിയായതും രുചിയില്ലാത്തതും അതുപോലെ തന്നെ കൈപ്പേറിയതുമായ ഒരു ലോകത്ത് പ്രത്യാശയും കൃപയും എന്ത് ചെയ്യണം? കൊണ്ടുവരണം. എങ്ങനെ സാധ്യമാക്കും? ഒന്ന് ചിന്തിച്ചേ. ഇത്രയും അധർമ്മം നിറഞ്ഞൊരു ലോകത്ത്, കൈപ്പേറി നിറഞ്ഞ ലോകത്ത് നമ്മള് മുഖാന്തരം പ്രത്യാശയും ദൈവത്തിന്റെ കൃപയും കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അതിനകത്തുൾപ്പെട്ടിരിക്കുന്ന ധാർമ്മികത കഠിനാധ്വാനത്തിലൂടെ വെളിപ്പെട്ടെ മതിയാക്കിക്കൊള്ളുന്ന തിരുവെടുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഉപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയും അതുപോലെ തന്നെ ദൈവത്തിന്റെ ഉടമ്പടി സ്വഭാവം ഇതൊക്കെ പ്രതിഫലിപ്പിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നതിനാണ് ഇവിടെ നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്ന് ദൈവം വിശേഷിപ്പിക്കുന്നത്. കാരണം നമ്മൾ ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരാണ്. എത്ര പേർക്ക് ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ലോകത്തിൽ കോടാനുകോടി ജനങ്ങളുണ്ട്. മനസ്സിലാക്കാൻ, ലോകത്തിലുള്ള സകല ജനങ്ങളിലിടയിൽ സത്യം വെളിപ്പെടണം. ദൈവത്തിന്റെ സ്വഭാവം അവരറിയണം. ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് അവർ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ചൂണ്ടിക്കൊണ്ട് പറയുന്ന ഒരു മഹത്വമേറിയ ഒരു വചനമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പൊ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ നടുവിലുള്ള ചുറ്റുപാടുകളിൽ സത്യവും നീതിയും അനുകമ്പയും കരുണയും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജീർണതയുള്ള, കൈപ്പേറിയ, അധാർമികത നിറഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തെ രക്ഷിക്കുവാൻ പ്രിയമുള്ളവരെ, നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി പ്രാർത്ഥനയോടുകൂടെ വേണം മുമ്പോട്ട് പോകുവാൻ.
ഉപ്പ് അതിന്റെ രുചി നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? ഇവിടെ ദൈവപുത്രനായ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട്, തന്റെ ജനത്തോട് പറയുന്ന വചനം ശ്രദ്ധേയമാണ്. അപ്പൊ ഉപയോഗശൂന്യമാകുന്ന നിലയിൽ ഉപ്പ് മാറും. ഉപ്പിന് കാരമില്ലാതായാൽ അതെന്തായി മാറും? ഉപയോഗശൂന്യമായി മാറും. ഉപ്പൊരു രാസപരമായ രുചിയില്ലാത്തതായി മാറാൻ കഴിയുകയില്ല. എന്നാൽ ആത്മീയമായ വിശ്വാസികൾക്ക് കേൾക്കുക, വിട്ടുവീഴ്ച, അതുപോലെ ആശ്വാസം അല്ലെങ്കിൽ പാപം എന്നിവയാൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഉപ്പിനെ അതിന്റെ രസം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും? സത്യം എന്ന് പറയുന്ന, വിശുദ്ധി എന്ന് പറയുന്ന, ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്ന ഈ മഹത്വകരമേറിയ ഈ അനുഗ്രഹങ്ങളെ നമ്മളിലൂടെ വെളിപ്പെടുത്തണം. അത് ദൈവത്തിന്റെ വലിയ ഒരു ആഗ്രഹമാണ്. അതിന് ഒരിക്കലും വിട്ടുവീഴ്ചയിലൂടെയോ മാനുഷികമായ ആശ്വാസത്തിലൂടെയോ പാപം നിറഞ്ഞ അനുഭവങ്ങളിലൂടെയോ ഈ ദൈവിക മൂല്യങ്ങൾ നഷ്ടപ്പെടരുത് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുക. വിശുദ്ധ കാര്യങ്ങളോട് ദൈവത്തിന് നന്ദി പറയാമോ? ഹല്ലേലൂയ. രണ്ടാമത് വചനം പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ തിരുവെഴുത്തുകളിൽ അനവധി കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. 119 സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വചനം പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ എന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. നീതികേട് പ്രവർത്തിക്കാതെ ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന്മാർ. അപ്പോൾ ഇങ്ങനെ ഭാഗ്യാവത്തെ കുറിച്ച് പറയുമ്പോൾ ഓർത്തുകൊള്ളണം, ഇവിടെ സത്യം എന്ന ഘടകം മുന്നമേ നിൽക്കുകയാണ്. ഈ സത്യത്തിന് അതിന്റെ പ്രാധാന്യവും മഹത്വവും കൊടുത്തുകൊണ്ട് അനുഗമിക്കുന്ന വിശ്വാസ സമൂഹം ഭാഗ്യവാന്മാർ എന്ന് വിളിച്ചു പറയുന്നു. രണ്ടാമത് വെളിച്ചം. 119 105 വചനം എന്താണ് പറയുന്നത്? നിന്റെ വചനം എന്റെ കാലിന് എന്താണ്? ദീപമാണ്, എന്റെ പാതയ്ക്ക് പ്രകാശമാണ്. അപ്പം ദൈവത്തിന്റെ വചനം പറയുന്നു, വെളിച്ചം കൊണ്ടുള്ള പ്രയോജനം ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒരു ദൈവവൈദ്യന്റെ വെളിച്ചം എന്ന് പറയുന്നത് പ്രഭാതത്തിൽ ഉദിച്ചുയരുന്ന വെളിച്ചം പോലെയും അത് നട്ടുച്ചയാകുമ്പോൾ അധികമായി ശോഭിച്ചു വരുന്ന വെളിച്ചം പോലെയാകുന്നു എന്ന് സദൃശവാക്യം 4:18 വ്യക്തമാക്കുന്നു. ഇന്ന് രാത്രി പ്രിയ ദൈവമക്കളെ, യേശു തന്നെ പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അങ്ങനെയല്ലേ യോഹന്നാന്റെ സുവിശേഷം 8:12 വചനം പറയുന്നത്? അപ്പൊ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അപ്പോൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ സ്വന്തം ജീവിതം പ്രതിഫലിപ്പിക്കണം. എങ്ങനെ? ദൈവത്തിന്റെ വെളിച്ചത്തിലൂടെ പ്രതിഫലിപ്പിക്കണമെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. നമ്മൾ ആരും വെളിച്ചത്തിന്റെ ഉറവിടമല്ല. വെളിച്ചത്തിന്റെ ഉറവിടം യേശു ക്രിസ്തു തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. 2 കൊരിന്ത്യർ 4:6 വചനം കൂടെ വായിച്ചു സഹായിക്കാമോ? നോക്കണേ, ഇരുട്ടിൽ നിന്നാണ് വെളിച്ചം പ്രകാശിക്കേണ്ടത്. ഇവിടെ ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജത്തിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, അങ്ങനെയല്ല തിരുവെടുത്ത് പറയുന്നത്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പൊ ഇരുണ്ട ഒരു മുറിയിൽ ഒരു മെഴുകുതിരി എന്ത് ചെയ്യാണ്? അന്തരീക്ഷത്തെ മാറ്റിമറിക്കുകയാണ്. ഒരു വിളക്കുമാടം, ശ്രദ്ധിക്കുക, കപ്പലുകൾക്ക് അപകടത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു കുന്നിൻ മുകളിലുള്ള ഒരു നഗരത്തെ കുറിച്ച് ചിന്തിക്കുക. ദൂരെ നിന്ന് നോക്കിയാൽ അത് ദൃശ്യമാണ്. അപ്പൊ ദൈവത്തിന്റെ ദൃശ്യ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ സഭ, യേശുക്രിസ്തുവിന്റെ മണവാട്ടി സഭ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടോ? ഇവിടെ തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പൊ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വെളിച്ചത്തിലേക്ക് വരണമെന്നുള്ളത് ദൈവം ആവശ്യപ്പെടുന്ന ഒരു ഘടകമാണ്.
നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല പ്രിയരെ. തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ളവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായി നാം നമ്മെ തന്നെ എന്ത് ചെയ്യണം? പുറത്തേക്ക് കൊണ്ടുവരണം, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. ഇവിടെ ദൈവവചനം പറയുന്നു, നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പാകെ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ! എത്ര ശ്രേഷ്ഠമേറിയ വചനമാണ്. ഹല്ലേലൂയ! കാരണം യേശുക്രിസ്തുവിനാൽ ദൈവത്തെ വെളിപ്പെടുത്തണം. യേശുക്രിസ്തുവിനാൽ സമൂഹത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തണം. ദൈവത്തെ ലോകത്തിലുള്ള ഒരു മനുഷ്യരും കണ്ടിട്ടില്ല. സത്യവും നീതിയും ദയയും ഔദാര്യവും വിനയവും ഇതെല്ലാം വെളിപ്പെടുത്തേണ്ടുന്ന മർമ്മങ്ങളാണ്. ഇത് ആരിലൂടെയാണ് വെളിപ്പെടേണ്ടത്? പാപികളായ മനുഷ്യരിലൂടെ വെളിപ്പെടാൻ സാധിക്കുമോ? അശുദ്ധരായ മനുഷ്യരിലൂടെ വെളിപ്പെടാൻ സാധിക്കുമോ? അധാർമികതയിൽ ജീവിക്കുന്ന മനുഷ്യരെ കൊണ്ട് സാധിക്കുമോ? പ്രിയരെ, നീതിയും സ്നേഹവും ദയയും ഔദാര്യവും വിനയം തുടങ്ങിയ അനുഗ്രഹങ്ങൾ ഇത് വെളിപ്പെടണം. ഇത് വെളിപ്പെടേണ്ടത് ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ കുറിച്ച് മനസ്സിലാകുന്ന, ദൈവത്തെ കുറിച്ച് ഗ്രഹിക്കുന്ന ദൈവജനം തന്നെയാണ് ഇതിന് തയ്യാറാകേണ്ടത്. ഓക്കെ, അപ്പം ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ പ്രവൃത്തികൾ രക്ഷയുടെ മാർഗങ്ങളല്ല, മറിച്ച് രക്ഷയുടെ തെളിവാണ്. എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞാട്ട്, നമ്മുടെ പ്രവൃത്തികൾ രക്ഷയുടെ മാർഗങ്ങളല്ല, മറിച്ച് രക്ഷയുടെ തെളിവാണ്. ഓക്കെ, അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യണം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വചനം ഇതാണ് പറയുന്നത്: നാം അവന്റെ കൈപ്പണിയായ സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു എന്ന്. അപ്പോൾ തിരുവെടുത്ത് എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? നാം ദൈവത്തിന്റെ കൈപ്പണിയായ, ദൈവത്തിന്റെ സൃഷ്ടിയായ, ദൈവത്തിന്റെ മനുഷ്യരായ നമ്മളിലൂടെ സൽപ്രവർത്തികൾ വെളിപ്പെടണം. അതിന് ക്രിസ്തുവിൽ ദൈവത്തിന്റെ സൽപ്രവർത്തികളുടെ സകല അനുഗ്രഹങ്ങളും നമ്മളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഗ്രഹിച്ചു വേണം നമുക്കൊന്ന് മുന്നോട്ട് പോകുവാൻ. ഈ രാത്രിയിലെ ദൈവവചന ഘോഷണം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രഭാഷണമല്ല. ഇത് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ശുദ്ധി ചെയ്ത ദൈവവചനത്തിന്റെ അനുഗ്രഹങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിന്മേൽ പണിയപ്പെടുന്ന ദൈവസഭയുടെ ഒരു അംഗമായി മാറുവാനാണ് ഇന്ന് രാത്രി കർത്താവ് നമ്മളെ ബുദ്ധിമുപദേശിക്കുന്നത്. ഓക്കെ, ഈ തീത്തോസിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 14-ാം വചനം പറയുന്നു: യേശുക്രിസ്തു നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നാണ്. യേശുക്രിസ്തു നമ്മളെ എന്ത് ചെയ്തു? സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു. സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തീരേണ്ടതിന് ദൈവം തനിക്കായി തന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ഊറ്റിത്തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് എന്തിനാണെന്നറിയാമോ? ഉപ്പിന്റെ മഹത്വം വെളിപ്പെടണം, വെളിച്ചത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണം. പഴയ നിയമ പുസ്തകത്തിൽ പഠിച്ചാട്ട് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിലെ ഒരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. ആര്? ജോസഫ്. അവൻ തന്റെ കുടുംബത്തെയും രാഷ്ട്രത്തെയും സംരക്ഷിച്ചു എന്നാണ് വചനം പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചാത്. ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹോദരങ്ങളെല്ലാം ഒറ്റപ്പെടുത്തിയപ്പോഴും, യാക്കോബിന്റെ കുടുംബത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്നും അകറ്റി നിർത്തിയപ്പോഴും ജോസഫ് ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറാൻ കാരണം ദൈവത്തോടുള്ള തന്റെ വിശ്വസ്തതയാണ്, സത്യത്തോടുള്ള തന്റെ സ്നേഹവും കടപ്പാടുമാണ്, ദൈവത്തിന്റെ ദയയും കരുണയും തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വ്യഭിചാരത്തിന്റെ അവസ്ഥകൾ വെളിപ്പെട്ടു വന്നു. അനേക കഷ്ടതകളുടെയും വേദനയുടെയും അവസ്ഥ വെളിപ്പെട്ടു വന്നു. പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് രക്ഷപ്പെട്ട കഥ അറിയില്ലയോ? പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ട കഥ അറിയില്ലയോ? ജീവിതത്തിന്റെ ദൈനംദിന വേളയിൽ ചെറുപ്രായത്തിൽ എത്രയെത്ര പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച ഒരു മനുഷ്യനാണ് ജോസഫ്. പക്ഷെ സത്യത്തെ സ്നേഹിച്ചു, ദൈവത്തിന്റെ ദയയും കരുണയും തിരിച്ചറിഞ്ഞു, ജീവിതത്തിന്റെ മഹത്വമേറിയ മർമ്മങ്ങളെ, മഹാത്മ്യത്തെ മനസ്സിലാക്കി ഉപ്പായി നിലകൊണ്ട മനുഷ്യനാണ് ജോസഫ്. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിലെ
ഒരു ദൈവഭക്തനായ മനുഷ്യനായി അറിയപ്പെടാൻ കാരണം ദൈവം അവനോട് കൂടെ ഇരുന്നു എന്ന് പറഞ്ഞ സത്യം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ദയയും കരുണയും നീതിയും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രയാസങ്ങളുടെ നടുവിൽ ക്ഷാമകാലത്ത് സഹോദരങ്ങളും തന്റെ മാതാപിതാക്കളൊക്കെ പട്ടിണി കിടക്കുന്ന സമയത്ത് ദൈവകൃപയുള്ളവൻ രാജ്യത്തിൽ ഉന്നതമായ സ്ഥാനത്ത് വരിക മാത്രമല്ല, തന്റെ കുടുംബത്തെയും ആ രാഷ്ട്രത്തെയും രക്ഷിച്ചു. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിന് വളരെ പ്രത്യേകതയുണ്ട്. ജീർണിച്ചു പോയ ഭക്ഷണ പദാർത്ഥങ്ങളെ സൂക്ഷിക്കുവാൻ അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനത്ത് ആക്കുവാൻ ഉപ്പിന് സഹായിക്കുന്നത് പോലെ ഉപ്പിന് ഘടകങ്ങൾ അനവധിയായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും മഹത്വവും ദയയും കരുണയും പൂർണ്ണമായി നമ്മളിലൂടെ വെളിപ്പെട്ടു വരണം. എസ്തേറിനെ കുറിച്ച് എന്താണ് പറയുന്നത്? വിശുദ്ധ ബൈബിൾ എസ്തേർ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, അറിയാമോ? എസ്തേറിന്റെ ജീവിതത്തിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്: സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം എസ്തേറിനെ രാജ്യത്തിന്റെ പ്രഥമ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുവാനിടയായി. ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ട് പോലും, ശ്രദ്ധിച്ചു കേൾക്കുക, മൊർദെഖായിയുടെ വാക്കിനനുസരിച്ച് എസ്തേർ ദൈവത്തോട് ചേർന്ന് നിന്നത് കൊണ്ട് എസ്തേർ ഉൾപ്പെട്ടിരിക്കുന്ന യഹൂദ സമൂഹത്തെ രക്ഷിക്കുവാൻ, യഹൂദ ജനത്തെ രക്ഷിക്കുവാൻ തന്റെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയത് എസ്തേറിന്റെ അകത്തളത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. അവളിലുള്ള വെളിച്ചം മറഞ്ഞിരിക്കാനുള്ള അവസ്ഥയുണ്ട്. ആരാലും അറിയപ്പെടാതെ ആ മഹത്വമേറിയ രാജ്യത്തിന്റെ അലങ്കാര പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാം. എന്നാൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന യഹൂദ ജനം, ദൈവജനം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ജീവൻ പണയപ്പെടുത്തി തന്നിലുള്ള വെളിച്ചം, തന്നിലുള്ള സത്യം, തന്നിലുള്ള ദയ, തന്നിലുള്ള കരുണ ജനത്തെ രക്ഷിക്കേണ്ടതിന് മുമ്പോട്ട് വന്ന ഒരു വ്യക്തിയാണ് എസ്തേർ എന്ന് നാം തിരുവെടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവവചനം പഠിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു സ്വന്തം ജീവൻ നൽകി എന്ന് പറയുമ്പോൾ യേശുവിൻ നിക്ഷിപ്തമായിരിക്കുന്ന വെളിച്ചത്തിന്റെ ശക്തി എത്രയോ വലുതാണ്. തന്നിൽ അടിസ്ഥാന ഘടകമായിരിക്കുന്ന ഉപ്പിന്റെ മാഹാത്മ്യവും രസവും അതിന്റെ സൗരഭ്യ വാസനയും ഒന്നും നഷ്ടപ്പെടുത്തി കളയാതെ കൃപയും സത്യവും നിറഞ്ഞവനായി ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തോടുകൂടെ വലിയൊരു കൂട്ടം ജനത്തെ, മുഴു ജനത്തെ രക്ഷിക്കുവാൻ യേശുക്രിസ്തു തന്റെ ജീവിതം സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ ഉപ്പിന്റെ ആ തീവ്രത വ്യക്തമാക്കുക, ആ വെളിച്ചത്തിന്റെ തീവ്രത വ്യക്തമാക്കുക. ഇവിടെ പൗലോസിനെ കുറിച്ച് അത് തന്നെയല്ലേ പറയുന്നത്. പൗലോസിന്റെ ജീവിതം സ്വന്തം പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്നല്ല പറയുന്നത്. തന്റെ ഓട്ടവും അധ്വാനവും ഒക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമോ സ്വന്തം ജീവൻ ബലിയാടാകേണ്ടി വരും. ഇന്ന് രാത്രി വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. നമുക്ക് ഇവിടെ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വശത്ത് വേണം നിൽക്കാൻ. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് വില കൊടുക്കണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നിലനിൽക്കാൻ ഇടയാകണം. ജോസഫിനെ പോലെ, എസ്തേറിനെ പോലെ, പൗലോസിനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ നിൽക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു ദൈവ പൈതല്യാണ് ഇന്ന് രാത്രിയിൽ ദൈവം അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ ഞാനുണ്ടോ എന്ന് ഒന്ന് സ്വയം വിചിന്തനം ചെയ്യണം. എത്ര പേർക്ക് അമ്മ ദൈവത്തിന് നന്ദി പറയാൻ കഴിയും? പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനികൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ സ്വന്തം ജീവിതത്തെ ഒളിപ്പിച്ചു വെക്കരുത്. ദൈവം തന്റെ ജനത്തെ അയക്കുന്നത് മതത്തിൽ ഒളിക്കാനല്ല. ദൈവം തന്റെ ജനത്തെ അയക്കുന്നത് ഹല്ലേലൂയ ഈ ലോകത്തിലെ രാജ്യത്തിന്റെ സ്വഭാവത്തോട് ചേർന്ന് ഹല്ലേലൂയ സ്വയം ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ളവരല്ല. രാജ്യത്തിന്റെ സ്വഭാവം വളരെ മോശമാണെങ്കിലും, ഈ ലോകത്തിലെ ശക്തികൾ മുഴുവൻ എതിർപ്പാണെങ്കിലും, പ്രതിസന്ധികൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും ആ സംസ്കാരത്തിന്റെ നടുവിൽ ക്രിസ്തുവിന്റെ ഒരു പ്രകാശമായി മാറുവാൻ, ദൈവിക തേജസ് ഉള്ളവനായി മാറുവാനാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്.
ഒന്ന് സടകുടഞ്ഞൊന്ന് എഴുന്നേറ്റ് വന്നാട്ട് നമ്മളിലുള്ള ജീവിതത്തിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളെ ഒന്ന് നീക്കിക്കാട്ട്, ഈ എല്ലാ ജഡികമായ ചിന്തകളെ ഒക്കെ ഒന്ന് മാറ്റിവെച്ചാട്ട്, എല്ലാ പഴയതായ നമ്മൾ പണ്ടുപിടിച്ച പല സൂത്രവാക്യങ്ങൾ, സൂത്ര ചിന്തകളെ, സൂത്ര അറിവുകളെ ഇവയൊക്കെ ഒന്ന് ഉപേക്ഷിച്ചാട്ട് ഒന്നുകൂടെ ദൈവത്തോടൊന്ന് അടുത്തു വന്നാട്ട് യഥാർത്ഥ ഉപ്പും യഥാർത്ഥ വെളിച്ചവുമായിട്ട് നമ്മളൊന്ന് മുന്നോട്ട് വരണം. തിരുവെടുത്ത് പറയുന്നിരിക്കും ഇങ്ങനെയാണ്, നാം ശുദ്ധരായിരിക്കണം. ലോകത്തിന്റെ അഴിമതിയുമായി കലരാതെ നാം ശുദ്ധരായിരിക്കണം. നാം ദൃശ്യമായിരിക്കണം എന്ന് പറഞ്ഞാൽ കഠിനമായ തലങ്ങളിൽ നിന്ന് നാം പിന്നോട്ട് പോകരുത്. ലക്ഷ്യബോധമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത പിതാവിനെ കുറിച്ച് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കണം. ജീവിക്കുന്ന ഒരു പ്രസംഗകനായി നാം ഓരോരുത്തരും മാറണം. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഇവിടെ മത്തായിയുടെ സുവിശേഷം 5 മുതൽ 13 മുതൽ 16 വരെയുള്ള വചനങ്ങൾ വളരെയധികം ദൈവം തന്റെ രാജ്യത്തിന്റെ പ്രവൃത്തികളെ വ്യക്തമാക്കുന്നുണ്ട്. യേശുക്രിസ്തു ഒരു ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളിലുള്ള ദൗത്യം നമ്മൾ തിരിച്ചറിയണം. ഉപ്പ് എന്ന് പറയുന്നത് സമ്പർക്കത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഉപ്പ് ഒരിക്കലും ഒരു സ്വയമായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ അത് സമ്പർക്കത്തിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? ഉപ്പ് പ്രവർത്തിക്കുന്നത്. എങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. വെളിച്ചം എന്ന് പറയും നമുക്കറിയാം, ദൃശ്യതയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. വെളിച്ചം ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നില്ല, അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കേവലം സാധാരണപരമായ ഒരു ജീവിതമല്ല, അതിനപ്പുറത്ത് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ സംരക്ഷകനാണ്. ഇവിടെ നാം ദൈവത്തിന്റെ കാവൽ പടയാളികളാണ്. നാം ദൈവത്തിന്റെ ആളുകളാണ്. ഈ ചിന്ത നമ്മൾ ഭരിക്കണം. ഇരുണ്ട സ്ഥലങ്ങളിൽ പോലും നമ്മൾ ദൈവത്തിന്റെ പ്രകാശമായി മാറണം. നമ്മൾ ദൈവത്തിന്റെ സാക്ഷ്യങ്ങളായി മാറണം. നമ്മുടെ ഓരോ നിമിഷത്തിന്റെയും ചൈതന്യം മറ്റുള്ളവർ രുചിച്ചറിയണം. നമ്മുടെ നടത്തം, നമ്മുടെ ശ്വസനം, നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, എന്നെ ഉപ്പിട്ടതായി നിലനിർത്തണമേ, എന്നെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കണമേ, എന്നെ ഇവിടെ നിർത്തിയതിന്റെ ഉദ്ദേശം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ, എന്റെ ജീവിത ക്രിസ്തുവിന്റെ മഹത്വം പ്രതിഫലിപ്പിക്കട്ടെ. ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താട്ട്, എന്റെ നാമത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർ നിന്നെ മഹത്വപ്പെടുത്തുന്നതിനായി എന്നെ ഒന്ന് തീജ്വാലയെ പോലെ ആക്കണമേ. വിശുദ്ധ കാര്യങ്ങളിൽ ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, നാം ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത്? നമ്മുടെ മതം ഏതുമായിക്കോട്ടെ, ഏത് ജാതിയിൽ ആയിക്കോട്ടെ, ഇവിടെ സത്യം വെളിപ്പെടേണ്ടതല്ലയോ? ഇവിടെ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടേണ്ടതല്ലയോ? ഇവിടെ ദൈവത്തിന്റെ കരുണയും ദൈവവും ദീർഘക്ഷമയും വെളിപ്പെടേണ്ടതല്ലയോ? മതത്തിനകത്ത് നമ്മൾ ഒതുങ്ങിപ്പോകരുത്, ജാതി ശക്തിക്കകത്ത് ഒതുങ്ങിപ്പോകരുത്. ക്രിസ്തുവിന്റെ തനതായ സ്വഭാവവും ക്രിസ്തുവിന്റെ തനതായ മാതൃകയും വെളിപ്പെടുത്തുവാനല്ലയോ സ്വർഗത്തിലെ ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുന്നത്? നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാകണ്ടേ? ആ ഐഡന്റിറ്റി പരിശുദ്ധമായിരിക്കേണ്ടതല്ലയോ? ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ശ്രദ്ധിക്കുക. ഈ വചനം നമ്മോട് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അതേപോലെ മറ്റൊരു പദമാണ് പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആകും, അല്ലെങ്കിൽ ആകാൻ ശ്രമിക്കുക എന്നല്ല യേശു പറയുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്നാ പറഞ്ഞു. ഓൾറെഡി ദൈവത്തിന്റെ ഇടപെടൽ നമ്മളിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ വന്നു കഴിഞ്ഞു. ഇനി ആകുമെന്നോ അല്ലെങ്കിൽ ശ്രമിക്കുക എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലായി വരുന്നു? അതുകൊണ്ട് ഉപ്പും വെളിച്ചവുമുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സമ്പാദിച്ചെടുത്തതൊന്നല്ല, അത് ക്രിസ്തുവിൻ്റെതായിരിക്കുമ്പോൾ തന്നെ അത് വെളിപ്പെടുകയാണ്. ഓക്കെ, കഴിവ്, പദവി അല്ലെങ്കിൽ ജനപ്രീതി എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയല്ല ഇവിടെ ഇത് വെളിപ്പെടുന്നത്. ഇവിടെ ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വചനം ഒന്ന് വായിച്ചാൽ നോക്കണേ. തിരുവനന്തപുരത്ത് എന്താണ് പറയുന്നത്? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം എന്ത് ചെയ്തു? ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് എന്താണ് പറയുന്നത്? ലോകം ഇരുണ്ട ഒരു അവസ്ഥയിലാണെങ്കിലും, അധാർമികത നിറഞ്ഞ അവസ്ഥയിലാണെങ്കിലും,
ദൈവിക പരിജ്ഞാനമില്ലാത്ത ഒരു ലോകമാണെങ്കിലും ക്രിസ്തുവേശുവിൽ സത്യത്തിന്റെ വെളിച്ചം ലോകത്തിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. അങ്ങനല്ലേ തിരുവെടുത്ത് പറയുന്നത്? അതുകൊണ്ട് ഇന്ന് രാത്രി തിരിച്ചറിയ, ഇവിടെ ദൈവം തന്റെ ജനത്തിനു വേണ്ടി, ലോകത്തിനു വേണ്ടി ഇവിടെ വെളിച്ചമായി, ഉപ്പായി ദൈവം നമ്മുടെ മുന്നമേ അനുഭവിപ്പാൻ തക്കവണ്ണം ഇവിടെ സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഇതൊരു ശ്രമിക്കേണ്ടതോ അല്ലെങ്കിൽ പരിശ്രമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ കൂടെ ചേർന്ന് വന്നാട്ട് ഇവിടെ തിരുവെടുത്ത് പറയുന്നു, വെളിച്ചത്തിനും ഇരുട്ടിനും ഇടയിലുള്ള ഒരു വലിയ യുദ്ധമാണ് കാണുന്നത്. വെളിച്ചമാകുക എന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ യാന്ത്രികമായി ഇരുട്ടുമായി സംഘർഷത്തിലാണെന്നല്ലേ എന്റെ അർത്ഥം? ലോകം നിഴലുകളെയാണ് സ്നേഹിക്കുന്നത്, അപ്പൊ പാപത്തെ മറയ്ക്കുന്നതിലാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് യേശു കർത്താവിന്റെ വചനം പറയുന്നു, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി മുഴുവനും ദോഷമുള്ളതാണ്. അവർ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചു തുടങ്ങി. അതുകൊണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഈ ഇരുട്ട് നീങ്ങിപ്പോകണം, ഈ അധാർമികത നീങ്ങിപ്പോകണം. നമ്മുടെ കുടുംബത്തിനകത്ത് എത്രയെത്ര അന്ധകാര ശക്തികൾ വ്യാപരിക്കുന്നു എന്നതിന്റെ തെളിവല്ലയോ ദിനംതോറും സമാധാനം നഷ്ടപ്പെടുന്ന അനുഭവം, ദിനംതോറും ഭയത്തിന്റെ ഭീതി കഴിയുന്നത്. ഒരു ശാന്തി എന്ന് പറയുന്ന ദൈവത്താൽ നിക്ഷിപ്തമായ അനുഗ്രഹത്തെ, ദൈവത്താൽ നിക്ഷിപ്തമായിരിക്കുന്ന സ്നേഹത്തെ, ദയയെ, കരുണയെ അതിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് അനുഭവിക്കേണ്ടതല്ലയോ? അതിനല്ലയോ സ്വർഗത്തിലെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? അതുകൊണ്ട് തിരുവെടുത്ത് പറയണം, നിങ്ങൾ പ്രകാശിക്കണം. നിങ്ങൾ പീഡനത്തിന്റെ നടുവിൽ പ്രകാശിക്കണം, നിങ്ങൾ പരിഹാസത്തിന്റെ നടുവിൽ പ്രകാശിക്കണം, നിങ്ങൾ ഒറ്റപ്പെടലിന്റെ നടുവിൽ പ്രകാശിക്കണം. നിങ്ങൾ നിങ്ങളുടെ പാത പ്രകാശിക്കുന്ന ഒരു പാതയായി മാറണം. ഓക്കെ. എന്നാൽ വെളിച്ചം പ്രത്യാശയെ ഉണർത്തുന്നു, വെളിച്ചം പ്രത്യാശയെ ഉണർത്തുന്നു, പാതകൾ വെളിപ്പെടുത്തുന്നു, തകർന്നവരെ ആകർഷിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കുക, പ്രകാശിക്കുക എന്നാൽ എന്താണ് അർത്ഥം? ചിലപ്പോൾ കഷ്ടപ്പെടുക എന്നാണ് എന്റെ അർത്ഥം. മനസ്സിലാക്കുന്നുണ്ടോ? ലോകത്തിന്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയതിനാൽ യേശു വെറുക്കപ്പെടുവാനിടയായി. നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല, എന്നാൽ അതിന്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നാണ് യേശു കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ലോകം പകച്ചു തുടങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങളിൽ വെളിച്ചം വെളിപ്പെടുമ്പോഴാണ്. നിങ്ങളിൽ സത്യവും നീതിയും വെളിപ്പെടുമ്പോൾ ലോകം പകയ്ക്കും. അതുകൊണ്ട് പകയ്ക്കുന്ന ലോകത്തെ കണ്ട് ഭയപ്പെടരുത്. പകയ്ക്കുന്ന ലോകത്തെ കണ്ട്, വെറുപ്പുണ്ടാക്കുന്ന ലോകത്തെ കണ്ട് ഭയപ്പെടരുത്. ഇന്ന് രാത്രി പ്രിയമുള്ള ദൈവമക്കളെ, ഒരു കാര്യം വ്യക്തമായി ചിന്തിക്കുക. ഉപ്പെന്ന് പറയുന്ന യാഥാർത്ഥ്യം നിലവിളിക്കുന്നില്ല. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ, ഉപ്പെന്ന യാഥാർത്ഥ്യം നിലവിളിക്കുന്നില്ല. അത് നിശബ്ദമായി, സൂക്ഷ്മമായി, അപ്പോൾ തന്നെ വളരെ ശക്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അല്ലേ? നമ്മുടെ കൈകളിൽ ഉപ്പ് കൊണ്ടുവന്നിട്ട് അതൊന്നും നിലവിളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിലവിളിക്കത്തില്ല. അത് സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത്, അത് സൂക്ഷ്മമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഉപ്പെന്ന ആ വസ്തു വളരെ ശക്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പൊ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് രുചി പകരത്തക്ക നിലയിൽ ഒരു അസാധാരണമായ ഒരു കൈമാറ്റം നടക്കുന്നുവെന്ന് ഈ വചനം നമ്മളെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ക്രിസ്തുവിൽ ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്താൽ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എത്ര പേർക്ക് ദൈവത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നു? ദൈവത്തെ കാണുവാൻ കഴിയുന്നു? ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നു? അതുകൊണ്ട് സത്യം എന്ന് പറയുന്നത് ആസ്വദിക്കേണ്ടുന്ന ഒന്നാണ്. അമ്മ പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ട്. സത്യം എന്ന് പറയുന്നത് എന്താണ്? ആസ്വദിക്കേണ്ടുന്ന ഒന്നാണ്. സത്യം എന്ന് പറയുന്നത് അത് കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കേണ്ടുന്ന ഒന്നാണ്. സത്യം എന്ന് പറയുന്നത് അത് ദൈവത്താൽ വളരേണ്ടുന്ന ഒരു കാര്യമാണ്. കാര്യങ്ങളും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. യഥാർത്ഥ സുവിശേഷ പ്രസംഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. ദൈവവചനം പ്രസംഗം കേൾക്കുമ്പോൾ ആമേ ചിരിക്കുന്ന ഒരു വേദിയല്ല നമ്മുടെ വേദി. യേശു കർത്താവിന്റെ പ്രസംഗത്തിൽ ആരും ചിരിച്ചത് ഞാൻ കണ്ടിട്ടില്ല. യേശു കർത്താവിന്റെ പ്രസംഗത്തിൽ
ആരും ഹല്ലേലൂയ പ്രസംഗികനെ വാനോളം ഉയർത്തിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഇവിടത്തെ സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്, സത്യവചനത്തിന്റെ വെളിച്ചമാണ്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഒരു ശക്തമായ ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ അവിടേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൈമാറുന്നു. പ്രകാശം വ്യാപിക്കേണ്ടുന്ന ഒന്നാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപിക്കേണ്ടുന്ന ഒരു ഘടകമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വ്യക്തി ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ജോലി സ്ഥലത്തുള്ള ആളുകളുടെ ഇടയിലേക്ക് നിങ്ങളിലുള്ള ശക്തി വ്യാപരിക്കണം. നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു പ്രസംഗികനെ പോലെ പ്രസംഗിക്കാൻ പ്രസംഗപീഠത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രസംഗപീഠം അവിടെ നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷെ നിങ്ങളിൽ ഒരു സത്യസന്ധത എന്നൊരു ഘടകമുണ്ട്, നിങ്ങളിൽ കരുണ എന്നൊരു ഘടകമുണ്ട്, നിങ്ങളിൽ നീതി എന്നൊരു ഘടകമുണ്ട്. അത് വ്യാപിക്കണം. അത് നിങ്ങളിൽ സുരക്ഷിതമായി ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ പരിതസ്ഥിതിയിലേക്ക്, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒട്ടും താമസിക്കാതെ അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ ഒരു അധ്യാപകനായിക്കോട്ടെ, ഒരു ദൈവ പൈതൽ ഒരു നേഴ്സ് ആയിക്കോട്ടെ, ഒരു ദൈവ പൈതൽ ഒരു തൊഴിലാളി ആയിക്കോട്ടെ, ഒരു ദൈവ പൈതൽ ഏതൊരു നിലയിൽ ജോലി ചെയ്യുന്നവനായിക്കോട്ടെ, നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവത്തിന്റെ സഹായകരമാകുന്ന ഒരു അനുഗ്രഹങ്ങളുടെ അനവധിയാണ്. ഇവിടെ ലോകത്തിന് ദൈവത്തെ കാണണമെങ്കിൽ എന്നിലും നിങ്ങളിലൂടെ അല്ലാതെ വേറൊരു വഴിയുമില്ല പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ദൈവത്തിന്റെ പ്രവർത്തികളെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ പ്രവർത്തികളെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. ഭൂമിയിലുള്ള സകല മനുഷ്യരും വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് ധാർമ്മികത വെളിപ്പെടേണ്ടത്? ആരിലൂടെയാണ് ധാർമ്മികത വെളിപ്പെടേണ്ടത്? അതുകൊണ്ട് സത്യത്തെ ഒതുക്കിക്കളയാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ സമ്പത്തിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യേശു ക്രിസ്തു വിളിച്ചു പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോഴും, നിങ്ങൾ ഉപ്പാകുന്നു എന്ന് പറയുമ്പോഴും അതിവിടെ നിശ്ചയമായി പുറത്തു വരേണ്ടുന്ന ഒരു കാര്യമല്ലയോ? ഇവിടുത്തെ എന്താണ് പറയുന്നത്? ഒരു കുന്നിൻ മുകളിലുള്ള ഒരു നഗരത്തെ ഇവിടെ സൂചിപ്പിക്കുക. എന്നിട്ട് പറയാണ് നിങ്ങളെല്ലാം വെളിച്ചമാണ് എന്ന് പറയുന്നു. നിങ്ങൾ അവിടെ സിംഗുലർ അല്ല, ബഹുവചനമാണ് പറയുന്നത്. ഓക്കെ, വെളിച്ചത്തിന്റെ ഒരു സമൂഹമായി സഭയെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. സഭ എന്ന് പറയുമ്പോൾ അതിനകത്ത് നീതിയുണ്ട്. ദൈവത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ സ്നേഹമുണ്ട്. ദൈവത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ സമാധാനമുണ്ട്. ദൈവത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ അതിൽ വിശുദ്ധിയുണ്ട്. ഇത് പ്രകാശിക്കുന്ന ഒരു ദൃശ്യ രൂപമായി മാറണം. വിളക്ക് കത്തിക്കണമെന്ന് യേശു പറയുന്നു. യേശു എന്താ പറയുന്നത്? ആളുകൾ വിളക്ക് കത്തിച്ചിട്ട് എവിടെയാ ചെയ്യുന്നത്? ഒരു കൊട്ടയ്ക്കകത്ത് കൊട്ടയ്ക്കടിയിൽ വെക്കുന്നില്ലല്ലോ എന്നല്ല പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ആരോ വിളക്ക് കൊളുത്തി. അതാരാ വിളക്ക് കൊളുത്തിയത്? ദൈവം തന്നെയാണ്. യേശു പറയുന്നു ആളുകൾ വിളക്ക് കത്തിച്ച് ഒരു കൊട്ടയ്ക്കടിയിൽ വെക്കുന്നില്ല. അർത്ഥം എന്താണ്? ആരോ വിളക്ക് കൊളുത്തിയെന്ന് അതിന്റെ അർത്ഥം ദൈവം തന്നെയാണ് വിളക്ക് കൊളുത്തിയെന്ന് മനസ്സിലാക്കാമോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രകാശ സ്രോതസ്സല്ല. കൃപയാൽ പുതുജനനത്തിലൂടെ നിങ്ങൾ പ്രകാശിക്കപ്പെടുന്നു. മാനസാന്തരത്തിലൂടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നു. ആത്മാവ് ജ്വാലയായി ജ്വലിപ്പിക്കുന്നു. നമ്മുടെ ജോലി ജ്വാലയെ മറയ്ക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ജ്വാലയെ മറയ്ക്കുന്ന ഘടകം എന്താണ്? ഭയമല്ലയോ? ജ്വാലയെ മറയ്ക്കുന്ന ഘടകം എന്താണ്? ലജ്ജയല്ലയോ? ജ്വാലയെ മറയ്ക്കുന്ന ഘടകം എന്താണ്? പാപമല്ലയോ? അല്ലെങ്കിൽ ഈ ലോകത്തിലെ സംസ്കാരങ്ങളല്ലയോ ജ്വാലയെ മറയ്ക്കുന്നത്? അതുകൊണ്ട് തിരുവനന്തപുരത്ത് പറയുന്നത് നിങ്ങളുടെ ജ്വാലയ്ക്ക് മുകളിൽ ഒരു കൊട്ട വെക്കാൻ അനുവദിക്കരുത്. എത്ര പേർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ധാർമ്മികത എങ്ങനെയുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ധാർമ്മികത എങ്ങനെയുണ്ട്? അവർക്ക് ദൈവത്തെ കാണുക എന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തെ അവർക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ദൈവത്തിന്റെ ദയ, വിശുദ്ധി, ഔദാര്യം ഇത് എല്ലാം പ്രകാശിക്കേണ്ടുന്ന ഒന്നാണ്. മറ്റൊരാൾക്ക് ദിവ്യ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന, കൂടിക്കാഴ്ചയിലേക്ക് കടന്നു വരുന്ന ഒരു പാലമായിട്ടാണ് ഇത് മാറുന്നത്. ക്ഷമിക്കാത്തവരോട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ ആളുകൾ ദൈവത്തെയാണ് കാണുന്നത്.
ക്ഷമിക്കാത്തവരോട് പറഞ്ഞാട്ട്, ക്ഷമിക്കാത്തവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ ആളുകൾ എന്താ കാണുന്നത്? ദൈവത്തെയാണ് കാണുന്നത്. നമ്മൾ അംഗീകാരം തേടാതെ സേവിക്കുമ്പോൾ ആളുകൾ സ്വർഗം അനുഭവിക്കാനിടയാകുന്നു. നമ്മൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി കഷ്ടപ്പെടുമ്പോൾ ആളുകൾ ക്രിസ്തുവിനെ കുറിച്ച് ആശ്ചര്യപ്പെടുന്നു. പ്രതിഫലം നോക്കാതെ, ലാഭം നോക്കാതെ, അംഗീകാരം തേടാതെ നാം സേവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ സ്വർഗം അനുഭവപ്പെടുകയാണ്. ആർക്കും ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകുമ്പോൾ, നമുക്ക് ക്ഷമിക്കുന്ന ഒരു ഹൃദയം വെളിപ്പെടുമ്പോൾ ആളുകൾ ദൈവത്തെ കാണുവാനിടയാകുകയാണ്. സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ നമ്മൾ കഷ്ടം സഹിക്കാൻ തയ്യാറാകുമ്പോൾ ആളുകൾ ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം പറയുന്നു, ഉപ്പ് രസമുള്ളതാണ്, ഉപ്പ് തിളക്കമാർന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാക്കിനെ ഗ്രഹിച്ചു മനസ്സിലാക്കി ജീവിക്കാൻ കഴിയേണ്ടതിന് നിങ്ങൾ ഭൂമിയുടെ, എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വിശുദ്ധി സത്യത്തെ സംരക്ഷിക്കുന്നു. എന്നോട് ചേർന്ന് ഓരോ വാക്കുകളും പറഞ്ഞാൽ, വിശുദ്ധി സത്യത്തെ സംരക്ഷിക്കുന്നു. വിശുദ്ധി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. പ്രാർത്ഥന നമ്മുടെ ആത്മാവിനെ രുചികരമാക്കി നിലനിർത്തുന്നു. ജ്വാല ഒരു ഇന്ധനമായി വ്യാപിക്കുകയാണ്. ദൈവത്തിന്റെ തിരുവെടുത്ത് ജീവിതത്തെ രുചിയാൽ നിറയ്ക്കാൻ പോകുകയാണ്. വെളിച്ചം വെളിപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ്. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നു, കുന്നിൻ മുകളിൽ നഗരം പണിയുന്നു. എന്താണ് എന്റെ അർത്ഥം? ഹല്ലേലൂയ. അത് എല്ലാവരും കാണണം. അനുസരണം ഉപ്പന്റെ ശക്തി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു, വിളക്ക് മൂടാതെ സൂക്ഷിക്കുന്നു. നമ്മുടെ ജീവിതം വചനത്താൽ മുന്നോട്ട് പോകണം. ആത്മാവിനാലുള്ള അഭിഷേകത്താൽ മുന്നോട്ട് പോകണം. യേശു യഥാർത്ഥ ഉപ്പാണ്. പാപത്തിൽ മരിക്കുന്ന ഒരു ലോകത്തെ അവൻ സംരക്ഷിച്ചു എന്നല്ല വചനം പറയുന്നത്. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. തന്റെ ജനത്തിലൂടെ അവന്റെ വെളിച്ചം പ്രകാശിക്കുന്നു എന്നല്ല തിരുവെടുത്ത് പറയുന്നത്. നാം ഒറ്റയ്ക്കല്ല പ്രകാശിക്കുന്നത്, യേശു ക്രിസ്തുവുമായിട്ടുള്ള ഐക്യത്തിലാണ് നാം പ്രകാശിക്കുന്നത്. നമ്മളിലുള്ള തിളക്കമാർന്ന ഉപ്പ്, രസമാകുന്ന ഉപ്പ് യേശു ക്രിസ്തുവുമായിട്ടുള്ള ഐക്യത്തിലാണ് സമ്പർക്കം ചെയ്യുന്നത്. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ വിശുദ്ധ കാര്യങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാൽ, എല്ലാവരും ആമേൻ പറഞ്ഞ ദൈവത്തിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. മത്സ്യത്തൊഴിലാളികളെ, ചുങ്കക്കാരെ, സാധാരണമായ പുരുഷന്മാരെ, സ്ത്രീകളെ ഒക്കെ നോക്കിക്കൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഉപ്പാകുന്നു, നിങ്ങൾ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗം നിങ്ങൾ വഹിക്കുന്നു എന്ന്. സ്വർഗത്തിന്റെ തന്ത്രമാണ് നിങ്ങളെ എന്ന്, ദൈവത്തിന്റെ സംരക്ഷണ പദ്ധതിയാണ് നിങ്ങളെന്ന്, ദിവ്യ ജീവിതത്തിന്റെ ഉജ്ജ്വലമായ പ്രദർശനമാണ് നിങ്ങളെന്ന്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആ ഗ്രാഹ്യം മനസ്സിലാകുന്നുണ്ട്? നമ്മൾ സ്വർഗമാണെന്ന് പറയുന്നു, നമ്മൾ സ്വർഗത്തിന്റെ തന്ത്രമാണെന്ന് പറയുന്നു, നമ്മൾ ദൈവത്തിന്റെ സംരക്ഷണ പദ്ധതിയാണെന്ന് പറയുന്നു, നമ്മൾ ദിവ്യ ജീവിതത്തിന്റെ ഉജ്ജ്വലമായ പ്രദർശനമാണെന്ന് പറയുന്നു. അപ്പൊ നമ്മളിലുള്ള ഉപ്പെന്ന് പറയുന്ന മാഹാത്മ്യം നശിപ്പിച്ചു കളയരുത്. അതിന് രസമുണ്ട്. ആ രസം എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന, രുചി പകരുന്ന ഒന്നാക്കി മാറ്റണം. നമ്മളിൽ വെളിച്ചമുണ്ട് ലോകത്തിന്റെ, അത് ക്രിസ്തുവുമായിട്ട് വെളിപ്പെടാൻ കഴിയുമെന്ന് വചനം പറയുന്നു. അപ്പൊ ലോകത്തിന്റെ വെളിച്ചം നമ്മളാകുന്നുവെങ്കിൽ സ്വർഗം വെളിപ്പെടുകയല്ലയോ ചെയ്യുന്നത്? എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്വസ്ത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കിൽ ഇവിടെ ചുരുക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാണ്, കർത്താവായ യേശുവേ, വിട്ടുവീഴ്ചയാൽ വിരസമായ ഒരു ലോകത്തിൽ നിന്നെ ഉപ്പിട്ടതാക്കണമേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ. സംശയം നിറഞ്ഞ ലോകമാണ്, അനുസരണക്കേടുള്ള ഒരു ലോകമാണ്, മത്സരികളായ ഒരു ലോകമാണ്, ചതിക്കുന്ന ലോകമാണ്, എവിടെയും പ്രയാസം സൃഷ്ടിക്കുന്ന ലോകമാണ്. അങ്ങനെയുള്ള ലോകത്തെ എന്നെ ഒന്ന് ഉപ്പിട്ട് ആക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ആശയക്കുഴപ്പമുള്ള ഒരു ലോകമാണ്, ഭയം പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ്. അവിടെ എന്നെ ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന് പറയാൻ കഴിയുമോ? ദൈവമേ, നിന്റെ ആത്മാവിന്റെ അഗ്നിയാ എന്റെ ഹൃദയത്തെ ഒന്ന് ജ്വലിപ്പിക്കണമേ. എന്റെ നാമത്തിന് വേണ്ടിയല്ല, നിന്റെ മഹത്വത്തിനായി എന്നെ ദൃശ്യമായി നിലനിർത്തണമേ.
എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? ഹല്ലേലൂയ. എന്റെ ജീവിതം മറ്റുള്ളവർ പിതാവിനെ മഹത്വപ്പെടുത്താൻ ഇടയാകണം. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, എന്റെ ജീവിതം മറ്റുള്ളവർ പിതാവിനെ മഹത്വപ്പെടുത്താൻ ഇടയാകണം. ഒരിക്കൽ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, എന്റെ ജീവിതം മറ്റുള്ളവർ പിതാവിനെ മഹത്വപ്പെടുത്താൻ ഇടയാകണം. ഹല്ലേലൂയ. ഇതൊരു വലിയ ആഴമേറിയ സബ്ജക്റ്റാണ്. എന്നാൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഒന്ന് കണ്ടുണർന്നാട്ടെ. നമ്മളിലുള്ള ക്രിസ്തുവിനെ ഒന്ന് കണ്ടുണരട്ടെ, നമ്മളിലുള്ള സത്യത്തെ കണ്ടുണരട്ടെ, നമ്മളിലുള്ള ദൈവത്തിന്റെ ദയയും മനസ്സലിയും ഒന്ന് കണ്ടുണരട്ടെ. നമ്മുടെ കൂടെ ഉള്ളവൻ ദൈവമാണെന്ന് തിരിച്ചറിയട്ടെ. ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യം ഒന്ന് ഭരിക്കട്ടെ. യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ധൈര്യമുണ്ടല്ലോ. യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ. അതാണ് നമുക്ക് ഇന്ന് രാത്രിയിൽ ആവശ്യം. ആമേൻ. ഹല്ലേലൂയ.